അപ്പോൾ ഹലോ ഡെവിൽ ഗ്യാങ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ മൈൻക്രാഫ്റ്റിലെ ഒരു സീരീസ് നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. ലെറ്റ്സ് പ്ലേ സീരീസാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെ സീരീസ് സർവൈവലായിരിക്കും. പിന്നെ നമ്മളെ സീരീസിൻ്റെ പേര് ഡെവിൽ ലാൻഡ്സ് എന്നായിരിക്കും നമ്മളെ സീരീസിൻ്റെ പേര്. കൂടുതൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ഫൈനലി നമ്മളെ മൈൻക്രാഫ്റ്റിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഓക്കെ ഓ, എൻ്റെ റിസോഴ്സ് പാക്ക് അവിടെ പോയി. എൻ്റെ സെറ്റിങ്സ് പോയിട്ടൊന്ന് ശരിയാക്കിയിട്ട് വരാം. ഓക്കെ ഇതാ ഓ ഈ റിസോഴ്സ് പാക്ക് ഇടാത്ത തന്നെയാണ് ബ്രോ നല്ല. സത്യം പറയാം, ഇട്ടാ തലവേദനയാണ്. ലാഗായി കളിക്കും. നല്ല ഗ്രാഫിക്സ് ആണ്, ലാഗായി കളിക്കും ചെയ്യും. ഓക്കെ, ഇത് ആക്റ്റീവ് ചെയ്യുക. പിന്നെ ഫുൾ ബ്രൈറ്റ് വേണ്ട, ഞാൻ ഗെയിമിൽ ആക്റ്റീവ് ചെയ്തോളാം. ഇത് ആക്റ്റീവ് ചെയ്യുക, സോഡ ആക്റ്റീവ് ചെയ്യുക. പിന്നെ ഫ്രീ ലുക്കാവൊന്നും വേണ്ട. ഓക്കെ, മൈല് ഓക്കെ ഇത് അറേഞ്ച് ചെയ്യണം. ഇത് മുകളിൽ ഓക്കെ. പിന്നെ ഇത് ഒപ്റ്റിഫൈൻ്റെ മുകളിൽ. സത്യം പറയുമ്പോൾ ഒപ്റ്റിഫൈൻ യൂസ് ചെയ്യേണ്ട ഒരു ഡാർക്ക് തീമിൻ്റെതോ ലൈറ്റ് തീമിൻ്റെതോ ഇത് ആക്കി വെക്കുന്നേക്കും നല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിഫൈൻ്റെ മുകളിലേക്ക് ഇട്ട് വെക്കുന്നേക്കും നല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്റ്റിഫൈന് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബട്ടൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് കാണൂല. അപ്പോൾ ഈ ബട്ടൺ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതിനേക്കാളും നല്ലൊരു ഡാർക്ക് തീമിൻ്റെ ഇടുന്നതാണ്. ഓക്കെ, സെറ്റിങ്സൊക്കെ ഓക്കെയാണ്. ഓക്കെ സെറ്റ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വേൾഡ് ഉണ്ടാക്കാൻ പോകണം. ഇതാ അപ്പോൾ കാണാൻ കഴിയാം ലോഡിങ് സ്ക്രീൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോഡിങ്ങിൻ്റെ ഡാർക്കായിട്ട് ഉണ്ടല്ലോ, അത് കാണൂല ശരിക്കും. അതിന് പകരം ഇങ്ങനെ ഇതായിട്ടേക്കും, എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടേക്കും കാണൽ. ഈ ബട്ടൺസൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതിന് പകരം ഇപ്പോൾ നമുക്ക് ആ പാക്കറ്റ് അതിനെക്കൊണ്ട് മതിയാക്കി കാണാൻ കഴിയും. ഓക്കെ, ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, നെയിം നമുക്ക് ഡെവിൽ ലാൻഡ്സ് ഇടാം അല്ലേ? ഡെവിൽ ലാൻഡ്സ് തന്നെ ഇടാം. ഓക്കെ, ഡെവിൽ ലാൻഡ്സ്. ഓക്കെ, മലയാളമാണ്. ഡെവിൽ ലാൻഡ്സ്. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, അതിനെ കൊണ്ട് സബ്മിറ്റ്. ഓക്കെ, ഈസി ആക്കാം. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, നോർമൽ. ഓക്കെ, സീഡ് ആഷിം. ഓക്കെ, ഓർത്ത് വെച്ചു, ആഷിം സ്മോൾ ലെറ്റർ. ഇത് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വില്ലേജിൽ സ്പോണാകാൻ കഴിയും. ഓക്കെ, അത് അടിച്ചതിന് ശേഷം ഇതിപ്പോൾ എൻ്റെ അനിയൻ്റെ പേരാണ്, ഇതിലല്ല അതിൻ്റെ അടിയിൽ പോവുക. നൈറ്റ് വിഷൻ്റെ പാക്കിൽ നമ്മൾ റിപ്ലേ ക്രാഫ്റ്റ് ഇപ്പം വേണ്ടൊക്കെ ഓരോന്നും ഉണ്ടാക്കല്ലോ, വീടൊക്കെ ഉണ്ടാക്കല്ലോ. അപ്പോൾ ഫോട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. കോപ്പി വേൾഡിലെ ഞാൻ യൂസ് ചെയ്യുള്ളത്. വേറെ കാര്യം കേറ്റിന് എടുക്കാം. ഓക്കെ വി ആർ ഓൺ. അപ്പോൾ നിങ്ങൾ ഇതാവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് അവിടേക്ക് സ്പോൺ ആവുക. ഈ വാട്ടർ. ഓക്കെ, അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു മരമുണ്ട്. ഇവിടെ ഒരൊറ്റ മരവും ഈ ഒരു ഭാഗത്ത്. ആ ഒരു മരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൈൻ ചെയ്യാൻ വേണ്ടി തന്നാണ്. ഓക്കെ, മരം മൈൻ ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. മൈൻ ചെയ്യുന്നതെന്ന് എനിക്ക് ഇങ്ങനെ ലോങ് ആക്കി കാണിക്കുന്ന ഇഷ്ടമല്ല, അതിനെക്കൊണ്ട് ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബീട്രൂട്ട്സ് ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് വുഡ്, ഗ്രാഫിംഗ് ടേബിൾ, സ്റ്റിക്സ്, അടിയിലൊക്കെ പോയിട്ട് ഗ്രാഫിംഗ് ടേബിൾ ഇടാം. പിക്കക്സ് ഉണ്ടാക്കാം. നെറ്റ് വന്നതിനെ കൊണ്ട് കുറച്ച് ലാഗായി പോയി. ഓക്കെ, ഇതൊക്കെ മൈൻ ചെയ്യാം. മൈൻ ചെയ്തതിന് ശേഷം ഓക്കെ, കുറച്ച് സ്റ്റോൺസിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം. കത്തി പ്രധാനമാണ് ബ്രോ, കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മൃഗത്തിനെ അടിക്കാൻ കഴിയും. പന്നീനെ ഞാൻ തോന്നില്ല. അസ്സലാമു അലൈക്കും മൊട്ടരിരി. ഓക്കെ, അതിൻ്റെ അകത്ത് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വിചാരിക്കുന്ന ഈ വേൾഡ് നമുക്ക് സർവർ ആക്കണം എന്നാണ്. ഈ വേൾഡ് ലിങ്ക്സൊക്കെ നല്ലത് തന്നെയാണ്. ഓക്കെ ഗൈസ്, എനിക്ക് അത്ര കമൻട്രി ചെയ്യാനൊന്നും അത്ര അറിയില്ല. അതിനെക്കൊണ്ട് കുറച്ച് സൈറ്റ്സ് റെൻഡർ ഡിസ്റ്റൻസ് ഒരിത്തിരി കൂട്ടിയ ഫുള്ളാക്കാം. ഇവിടേക്ക് ഒരിത്തിരി പോയി കഴിഞ്ഞാൽ ഒരു റോയിൽ നെതർ പോർട്ടൽ വേണ്ടിയതാണ്. റെൻഡർ ഡിസ്റ്റൻസ് എത്ര കുറച്ചാൽ പാക്കിൽ റെൻഡർ ഡിസ്റ്റൻസ് കുറവാണ്, അതിനെക്കൊണ്ട് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതൊക്കെ കിട്ടും. ഇവിടെ ഈ ക്രൈഡ് ഒബ്സീഡിയം മാറ്റിയിട്ട് 2 ഒബ്സീഡിയം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോർട്ടൽ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് ഭാവിയിൽ ആലോചിക്കാൻ മതി. ഇന്ന് തന്നെ ഞാൻ പോർട്ടൽ ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അവിടെ ലാവ പൂളുണ്ട്, അവിടെ നമുക്ക് ഉണ്ടാക്കാം പോർട്ടൽ. ആദ്യം കുറച്ച് ഫുഡ് വേണം. പിന്നെ 3-4 വില്ലേജറിനെ ബ്ലോക്ക് ചെയ്തില്ല സീനാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ വഴിക്ക് ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ വില്ലേജറില്ല. ഓക്കെ, ഫുള്ള്
അടിയിലും ബ്ലോക്ക് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി സോംബീസ് കയറും. ഓക്കെ, ഇതുണ്ടാക്കിയിട്ടുണ്ട്. അയറൻ കോളമിനെ അടിച്ച് കൊള്ളാം. അപ്പോൾ ഏകദേശം അയറൻ കോളം ഒരു 3 ഇട്ടാൽ 5 മിനിമം കിട്ടും. ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ 7 കിട്ടും. നമുക്ക് 5 ഡ്രോപ്പ് ചെയ്യും. യെസ്, 5 ഡ്രോപ്പ് ചെയ്തിട്ട് അയറൻ കോളം. ഓക്കെ, ഇതിൻ്റെ അകത്ത് പോയിട്ട് ആദ്യം നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം. ബക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഷീൽഡ് ഉണ്ടാക്കണം. പിന്നെ അതിന് ശേഷം ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. അതിനുള്ള അയറണ് നിങ്ങൾക്ക് ഇവിടുന്ന് എന്തായാലും കിട്ടും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, ഒരു ആദ്യം കുറച്ച് ഇത് വേണമല്ലോ, സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഈ പിക്കാക്സ് വെച്ചിട്ട് നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യണം. ഓക്കെ, ആദ്യം ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് ആ ബുക്കിൽ എഴുതി വെക്കണമൊക്കെ. ബുക്ക് ആൻഡ് കോയിൽ എന്താണ് അതിന് പറയുക. അപ്പോൾ സാധനം ഉണ്ടാക്കിയിട്ട് ആദ്യമൊക്കെ എഴുതി വെക്കണം. പക്ഷെ വെള്ളം ഇവിടെ നടക്കാം. നല്ല ലാഗുണ്ട് സത്യം പറയാം. ഇതിനകത്ത് കയറി ഇവിടെ കിടക്കാം. ഓക്കെ, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടെ കിടക്കാൻ കഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വാർപ്പിൻ്റെ മുകളിൽ പോയിട്ട് അവിടുന്ന് വീടിൻ്റെ മുകളിലൂടെ നിഞ്ച ഹത്തോടി. സോറി. ഓക്കെ, ഫസ്റ്റ് ടൈം. ഓക്കെ, ഇവിടെ ബ്ലോക്സ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഹത്തോടി. ജസ്റ്റ് മിസ്. 1 മില്ലി സെക്കൻഡ്. ഒരു പിക്സൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിലത്താണെന്നുണ്ടെങ്കിൽ ഒരു കൗവിൻ്റെ മുകളിൽ ഒരു ബേബി സോംബി ഇരിക്കുന്നുണ്ട്. വലിയ സോംബി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ബെഡ് ക്ലച്ച് ചെയ്യാൻ പോണ ഗൈസ്. ശരി, മാറിപ്പോയി. ഇല്ല, അവിടെ കിടക്കാൻ കഴിയില്ല. മാറിക്കടാവുന്നു. ഓക്കെ, സ്കൈ ഓഫ് ആക്കേണ്ടി വരും. സ്കൈ കുറച്ച് ലാഗ് ആക്കുന്നുണ്ട്. സ്കൈ ഓക്കെ, നമ്മളെ ഫസ്റ്റ് ഡേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഡേ നമ്മളെ മൈൻക്രാഫ്റ്റിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് നമുക്കൊരു വീടില്ല. എന്ത് ചെയ്യാനാണ്? നമുക്ക് ആദ്യം വീട് ടെമ്പററി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വീട് ഉണ്ടാക്കാൻ ആലോചിക്കാം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ലാവ പൂൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഇവിടെ വാട്ടർ. ഞാനൊരു കാര്യം മറന്നുപോയി. ആദ്യം ഇവിടെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യണേന്, പിന്നെ വെള്ളം ഒഴിക്കണേന് പുറത്ത്. ഓക്കെ, ഇപ്പോൾ സാരില്ല, നമുക്ക് സെറ്റാക്കാം. വെള്ളം ഒഴിച്ചുകൊണ്ട് ബ്ലോക്ക് ഇടാം, അല്ലാണ്ട് ലീക്കാവും. നമ്മളത് റെഡി ആയിട്ട് കാണാം. നമ്മളിത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളിത് ഇഗ്നേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയില്ലാണ്ടെങ്കിൽ ഇത് നോക്കി വെച്ചോ. ഇതൊരു പുതിയ ട്രിക്കാണ്. ഇത് നോർമലായിട്ട് നിങ്ങൾക്ക് ലാവ വെച്ച് ചെയ്യാൻ പറ്റും. ലാവ വെച്ച് സാധാരണ ചെയ്യുമ്പോഴല്ല ചെയ്യുന്നത്. ലാവ പ്ലസ് ട്രാപ്പ് ഡോർ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു ട്രാപ്പ് ഡോറും ഒരു ലാവ ബക്കറ്റ് മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിൽ ടാസ്ക് കൊടുക്കുക. ലാവും ട്രാപ്പ് ഡോർ ഉണ്ടാക്കാൻ അനുസരിച്ചിട്ട് ഒരു 6 വുഡ് കൊടുക്കുക. 6 വുഡിന് വേണ്ടി 4 4 8 2 ഇത് കൊടുക്കുക. ലോഗ് കൊടുക്കുക, വുഡിൻ്റെ ലോഗ് മരം. പിന്നെ ഒരു ലാവ ബക്കറ്റും കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചാലഞ്ച് കൊടുക്കുക. എങ്ങനെയെങ്കിൽ ഇത് നെതർ പോർട്ടൽ ഇഗ്നേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോവാണ്. അതിനിവിടെ ഡബിൾ ബ്ലോക്ക് ഇത് വേണം. ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു ഇത്തിരി സ്ട്രക്ചർ ഉണ്ടാക്കണം. അതിൻ്റെ മുകളിൽ ഇവിടെ ഒന്നും തീ പിടിക്കാൻ പാടില്ല. അപ്പോൾ സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് അടിയിലേക്ക് ഡിഗ് ചെയ്യണം. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ബ്ലോക്കിന് വേണ്ടിയിട്ടാണ് ഡിഗ് ചെയ്യുന്ന വേറെ കാര്യം. ഓക്കെ, 4 ബ്ലോക്ക് എടുക്കുക. അതിന് ശേഷം അതിൻ്റെ 2 അപ്പുറത്തും ഇട്ട് കൊടുക്കണം. പുറത്തും ഇവിടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇവിടെ ഡിഗ് ചെയ്യണം. ഇവിടെ ഡിഗ് ചെയ്തതിന് ശേഷം ഇവിടെ ട്രാപ്പ് ഡോർ ഇങ്ങോട്ട് നോക്കിയിട്ട് ഫേസ് ചെയ്യുന്ന വിധത്തിൽ ഇടണം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇവിടെ ലാവ ഒഴിച്ചും കണ്ട് ആ ട്രാപ്പ് ഡോർ ഒന്ന് പൂട്ടി തുറക്കുക. അപ്പോൾ അത് ഇഗ്നേറ്റ് ആവുന്നതാണ്. എന്നിട്ട് ആ ലാവ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമ്മളത് പോർട്ടൽ ഇവിടെ ഇഗ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോൾഡ് എടുത്തിട്ട് ട്രേഡ് ചെയ്യാൻ പോകണം. ആരായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പിഗ്ലീനില്ലേ, നെതറിലുള്ള വില്ലേജറിനെ പോലത്തെ ഒരാൾ, അവൻ്റെ അടുത്ത് പോയിട്ട് ട്രേഡ് ചെയ്യണം. എന്നിട്ട് അവൻ്റെ അടുത്തുനിന്ന് അത്യാവശ്യം നല്ല ലൂട്ടായിട്ട് വീട്ടിലേക്ക് വരണമെന്നാണ് എൻ്റെ ഗോള്. ബട്ട് എത്രത്തോളം നടക്കില്ല എന്നൊക്കെ ഓൻ്റെ ഇതുപോലെ ഇരിക്കും. നമുക്ക് കയറി വെക്കാം. ഓക്കെ, എത്തിയിട്ടുണ്ട് നമ്മളിവിടെ. ഓക്കെ,
ഇവിടുന്ന് കുറച്ച് വൈൻസ് എടുക്കണം, പറയാൻ പറ്റില്ല എപ്പോഴാണ് നിലത്തേക്ക് വീഴാന്ന്. അപ്പോൾ ക്ലച്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, വൈൻസ് എടുത്തിട്ട് ഇവിടെ കുറേ ഗോൾഡ് ഉണ്ട്, ഗോൾഡ് മൈനായിട്ട് കാണാം. ഗോൾഡ് മാത്രമല്ല കുറച്ച് മരവും മൈനായിട്ടുണ്ട്. പിന്നെ ഈ സോംബി പിഗ്ലിങ്ങില്ലേ ഒരു തൊടാത്ത തന്നെയാണ് ഇഷ്ടമാണ് നല്ലത്. തൊട്ട് കഴിഞ്ഞാൽ സീനാണ്, എല്ലാം കൂടി കൂട്ടത്തോടെ വരും, അറിയൂ എല്ലാം. പക്ഷെ ഇവർക്കൊരു ഫാക്റ്റ് ഉണ്ട്, ഇത് നമുക്ക് ഇതാക്കണം. പിന്നെ ഇവർക്കൊരു ഫാക്റ്റ് ഉണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒറ്റ ഷോട്ടിൽ കൊന്നു കഴിഞ്ഞാൽ ഒരാരൊന്നും ചെയ്യില്ല. ഒരു പ്രാവശ്യം അടിച്ചാലേ അവരെല്ലാവരും കൂടി അടിക്കാൻ വരുള്ളൂ. ഒറ്റ ഷോട്ടിൽ കൊന്നാൽ ഒരു പ്രശ്നമില്ല അവർക്ക്. ഓക്കെ, വൈൻസ് എടുത്തിട്ട് ബ്രെഡും കൂടെ വെക്കാം. ഇനി കുറച്ച് ഇത് വേണം, എന്താ പറയുക, എൻഡർ ഫയൽസ് വേണം. എൻഡർ ഫയലിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച്. ഓക്കെ, അതിൻ്റെ അടിയിൽ നിൽക്കാം. ഓക്കെ, അതിൻ്റെ അടിയിൽ നിന്നാണ്ട് എൻഡർമാൻ്റെ കണ്ണിലേക്ക് നോക്കാം. എന്നിട്ട് 3-4 എൻഡർ ഫയൽ എടുക്കാം നമുക്ക്. എടുത്തിട്ട് എവിടെ ഒന്നാമത് വരെ അടിക്കുന്നതാണ് പാട്. ലൂട്ടിങ് 3 ഉണ്ടെങ്കിൽ നല്ല രസമാണ്. ഓക്കെ, നമുക്കിവിടെ 5 ഗോൾഡ് കിട്ടി, 5 എൻഡർ പേളിലും കിട്ടിയിട്ടുണ്ട്, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഗോസ്റ്റ് ഉണ്ട് ഇവിടെ, ഗോസ്റ്റ്. ഓക്കെ, നമുക്ക് ഈ ഗോസ്റ്റിനെ കൊല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ ഗോസ്റ്റ് നെഗറ്റ് കിട്ടുക. ആ ഗോസ്റ്റ് നെഗറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻക്രിസ്റ്റൽസ് ഉണ്ടാക്കാം. അതിനെക്കൊണ്ട് ഇപ്പോൾ വലിയ ഉപകാരമില്ല, എന്നാലും അത് യൂസ് ചെയ്തിട്ട് നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ കഴിയും. ഓക്കെ, ഓൻ പോട്ടഞ്ഞിപ്പോൾ ഞാൻ ഗോൾഡ് ഉണ്ടാക്കാൻ നിൽക്കട്ടെ. ഇനി ഗോൾഡ് വെച്ചിട്ട് നമ്മളെ പിഗ്ലിങ്ങിനെ ഇതാക്കണം, ട്രേഡ് ചെയ്യണം. അതിന് പിഗ്ലിങ് ഇവിടെ സൈഡിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടോന്. ഓക്കെ, അവനിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവന് എന്തൊക്കെയോ ചവറൊക്കെ വാരി വലിച്ചിട്ട് തരാണ്, എന്തൊക്കെയോ ഇതിട്ട് തരുന്നുണ്ട്. പിന്നെ ക്രൈംഡ് ഒബ്സിഡിയൻ, എനിക്ക് വേണ്ടി നമ്മളെ ഇത് ഡിസൈൻ ചെയ്യാൻ കഴിയും. നമ്മളെ പോർട്ടൽ ഉണ്ടല്ലോ, അത് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് ഡിസൈൻ ചെയ്ത് വെക്കും. പോഞ്ഞ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മൾ വിചാരിച്ചൊന്നും നടന്നില്ല, നേരെ ഒരു ബേസിൽ സെറ്റായിട്ട് നമുക്ക്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. എൻട്രീസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി ചിലപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് എനിക്ക് എന്തായാലും വീട് ഉണ്ടാക്കാൻ കഴിയില്ല. ടെമ്പററി വീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പററി വീട്ടിൽ കയറാം. ഓക്കെ, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ വീടാണ് നമ്മൾ ടെമ്പററി ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് പൊട്ടിക്കണം. ഓക്കെ, അതിൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, ചെസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ചെസ്റ്റ് എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യുക, ഡബിൾ ചെസ്റ്റ് ആക്കിയിട്ട്. എന്നിട്ട് നമ്മളെല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ഇട്ടെടുക്കാം. ഓക്കെ, ഇട്ടെടുക്കുക, അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യാം. എന്നാൽ കുറച്ച് സാധനങ്ങൾ മാത്രം കൈമിലെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കി കുറച്ച് ഒരു 2-3 ആഴ്ചക്കുള്ളിൽ വരുമെന്ന് തോന്നുന്നു. സംഭവം എന്താ വെച്ചാൽ എൻ്റെ മൈക്ക് കേടായിക്കണം. അതിനെക്കൊണ്ട് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പക്ക ഫുള്ളാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇടുന്നത്, അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒഴിവാക്കി കിട്ടും. ഓക്കെ, എൻഡർ പേൾസ് 2 തന്നെ ധാരാളമായിരിക്കും. ഓക്കെ, എന്തായിട്ടുണ്ട്, ഉറപ്പായിട്ട് നമ്മൾ അടുത്തതിൽ വീടുണ്ടാക്കിയിരിക്കും, ഉറപ്പാണത്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഗായ്സ്, ഉറപ്പായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു വീട് ഉണ്ടാക്കിയിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ആ വീഡിയോ 2-3 ആഴ്ചക്കുള്ളിൽ ഉറപ്പായിട്ട് അപ്ലോഡ് ആയിരിക്കും. പിന്നെ ഈ വേൾഡിന് ബാക്കപ്പ് ഒക്കെ എടുത്ത് വെച്ചിരിക്കണം. അതിനെക്കൊണ്ട് ഈ വേൾഡ് പോകില്ല. അതിനെക്കൊണ്ട് ഉറപ്പായിട്ട് ഈ വീഡിയോൻ്റെ ബാക്കി എന്തായാലും വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരേക്കും പീസ് ഔട്ട്.